Good morning students. എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ +2 അക്കൗണ്ടിങ്ങിന്റെ ഒന്നാമത്തെ അധ്യായമായ നോട്ട് ഫോർ പ്രോഫിറ്റ് മേക്കിംഗ് ഓർഗനൈസേഷന്റെ ഫുൾ പ്രോബ്ലം ചെയ്യുന്ന വീഡിയോ ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ വീഡിയോ ആണെന്ന് കൂടി ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ രണ്ട് പ്രോബ്ലം വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ലെങ്ത് കൂടിയത് കാരണം ഞാൻ ഇതിനെ രണ്ട് വീഡിയോ ആക്കി മാറ്റിയിരിക്കുകയാണ്. ഇത് രണ്ടാമത്തെ വീഡിയോ ആണ്. തീർച്ചയായിട്ടും ഇതിലൂടെ നമുക്ക് ഒരു പ്രോബ്ലം കൂടി പഠിക്കാം. Following is a receipt and payment account of an entertainment club for the period April 1st, 2016 to March 31st, 2017. റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ട് ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ ഓപ്പണിംഗ് ബാലൻസ് ക്യാഷ് 27,500, ബാങ്ക് 60,000, അങ്ങനെ ടോട്ടൽ 87,500. മെമ്പേഴ്സ് സബ്സ്ക്രിപ്ഷൻ 3 വർഷം റിലേറ്റ് ചെയ്യുന്ന സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് ഈ വർഷം കിട്ടിയിട്ടുണ്ട്. 2015, 2016 12,500, 2016, 2017 1 lakh, 2017, 2018 10,000, അങ്ങനെ ടോട്ടൽ 1,22,500. സെയിൽ ഓഫ് ഫർണിച്ചർ 10,000. ഈ ഫർണിച്ചറിന്റെ ബുക്ക് വാല്യൂ എന്നത് 8,000 ആണ്. അപ്പം ഈ ഒരു വിൽപ്പനയിൽ നമുക്ക് 2,000 rupees ലാഭം കിട്ടിയിട്ടുണ്ട്. സെയിൽ ഓഫ് ഫുഡ് സ്റ്റഫ്സ് 1 lakh. സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ് ആൻഡ് ന്യൂസ് പേപ്പേഴ്സ് 3,200. Hire of ground used for marriage 48,750. Donation for sports fund 25,000. Locker rent 17,050. Payment side നോക്കിയാൽ salary 24,000, electric bill 21,000, food stuff for restaurant 60,000, telephone bill 35,000, subscription for periodicals 14,500, printing and stationery 13,000, sports expenses 50,000, secretary's honorarium 30,000. 8% investment 31st 3/2017 1 lakh. Balance closing balance cash 21,500, bank 45,000, അങ്ങനെ ടോട്ടൽ 66,500. ഈ റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ട് ടോട്ടൽ 4,14,000 ആണ്. അപ്പം ക്ലോസിംഗ് ബാലൻസ് ആയിട്ടുള്ള എമൗണ്ട് 66,500. ആ എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് ബാങ്കിൽ 45,000, ക്യാഷ് ആയിട്ട് 21,500. അഡീഷണൽ ആയിട്ടുള്ള ഇൻഫോർമേഷൻ നമുക്ക് നോക്കാം. ദ ക്ലബ് ഹാഡ് 225 members, each paying an annual subscription of ₹500. Subscription outstanding as on 31st March 2016 ₹15,000. ഈ ക്ലബിന് 225 അംഗങ്ങളുണ്ട്. ഓരോ ആളും ആനുവൽ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് 500 രൂപ കൊടുക്കേണ്ടതുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഓപ്പണിംഗ് ഡേറ്റിൽ 15,000 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ടെലിഫോൺ ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2016-17 2,000. ടെലിഫോൺ ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് 2016-17 2,000 രൂപ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. ലോക്കർ റെന്റ് ₹3,050 ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2015-16 ആൻഡ് ₹1,500 ഫോർ 2016-17. അതായത് ലോക്കർ റെന്റിൽ 2015-16 വർഷം 3,050 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. 16-17 1,500 രൂപ ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2016-17 4,000 രൂപ. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ₹2,000 ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 3,000 ഫോർ ദ ഇയർ 2016-17. On 1st April 2016 other balance were as under. ഓപ്പണിംഗ് ഡേറ്റിലുള്ള മറ്റ് ഐറ്റത്തിന്റെ ബാലൻസ് ഫർണിച്ചർ 1 lakh, ബിൽഡിംഗ് 6,50,000, സ്പോർട്സ് ഫണ്ട് 15,000. ഡിപ്രീസിയേഷൻ ഫർണിച്ചർ ആൻഡ് ബിൽഡിംഗ് അറ്റ് 12.5% ആൻഡ് 5% റെസ്പെക്റ്റീവ്ലി. ഫർണിച്ചറിന് 12.5%, ബിൽഡിങ്ങിന് 5%. പ്രിപ്പയർ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. ഇവിടെ നേരത്തെ ചെയ്ത അതേ മെത്തേഡിൽ പോവുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും റെസിപ്റ്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറില്ല. അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും സെയിൽ ഓഫ് ഫർണിച്ചറും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാറില്ല. തന്നിരിക്കുന്ന റെഡ് കളറിലുള്ള മുഴുവൻ ഐറ്റവും അഡ്ജസ്റ്റ്മെന്റ് ഉൾപ്പെടുന്ന ഐറ്റമാണ്. ഈ ഐറ്റം റെക്കോർഡ് ചെയ്യുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് കൂടി പരിഗണിച്ചിട്ട് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ബാക്കിയുള്ള ഐറ്റം
Electric bill 21,000. Subscription for periodicals 14,500. Secretary honorarium 30,000. അത്രയും സാധനം എക്സ്പെൻഡിച്ചർ സൈഡിലും. ഇൻകം ആയിട്ടുള്ളത് സെയിൽ ഓഫ് ഓൾഡ് പീരിയോഡിക്കൽസ് ആൻഡ് ന്യൂസ് പേപ്പർ 3,200. ഹയർ ഓഫ് ഗ്രൗണ്ട് 48,750. ഇത്രയും ഐറ്റം അഡ്ജസ്റ്റ്മെന്റ് ഇല്ലാതെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാൻ പറ്റുന്ന ഐറ്റമാണ്. നമ്മൾ അത്രയും ഐറ്റം രേഖപ്പെടുത്തി. അടുത്തായിട്ട് നമുക്ക് സാലറിക്ക് പോവാം. സാലറി റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിൽ തന്നിരിക്കുന്നത് 24,000. സാലറി അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. റെഡ് കളറിൽ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 4,000. ഇത് നമ്മൾ എടുക്കുമ്പോൾ നിലവിലുള്ള ഐറ്റം എടുത്തതിന് ശേഷം സാലറി ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 4,000, അങ്ങനെ ഔട്ടർ കോളം 28,000. അടുത്തത് ടെലിഫോൺ ബിൽ 35,000 കാണാം റെഡ് കളറിൽ. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് വരുമ്പോൾ ടെലിഫോൺ ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് ഫോർ ദ ഇയർ 2016-17 rupees 2,000. ഇപ്പൊ നമ്മൾ നിലവിലുള്ള ഐറ്റം അവിടെ തന്നിരിക്കുകയാണ്. ബാക്കിയുള്ള അടുത്ത ഐറ്റം ആയിട്ടുള്ള ടെലിഫോൺ ബിൽ 35,000, ആഡ് ഔട്ട്സ്റ്റാൻഡിംഗ് 2,000, ഔട്ടർ കോളം 37,000. അടുത്തത് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 13,000 കാണാം. ഇതിന്റെ അഡ്ജസ്റ്റ്മെന്റ് ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2,000 ആൻഡ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 3,000 ഫോർ ദ ഇയർ 16-17. ഈ അഡ്ജസ്റ്റ്മെന്റ് എടുക്കുമ്പോൾ പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 13,000, ആഡ് ഓപ്പണിംഗ് സ്റ്റോക്ക് 2,000, അങ്ങനെ 15,000, ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് 3,000, ഔട്ടർ കോളം 12,000. നെക്സ്റ്റ് സ്പോർട്സ് എക്സ്പെൻസ് 50,000 കാണാം. അതേപോലെ ഡൊണേഷൻ ഫോർ സ്പോർട്സ് ഫണ്ട് 25,000 കാണാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു അഡ്ജസ്റ്റ്മെന്റിൽ ഇതിന്റെ ഓപ്പണിംഗ് ബാലൻസ് സ്പോർട്സ് ഫണ്ട് 15,000 കാണാം. ഇത് എടുത്തിരിക്കുന്നത് നോക്കിക്കോളൂ. ഓപ്പണിംഗ് സ്പോർട്സ് ഫണ്ട് 15,000, ആഡ് ഡൊണേഷൻ കിട്ടിയിരിക്കുന്ന 25,000 ആഡ് ചെയ്യുന്നു, അങ്ങനെ 40,000, ലെസ് സ്പോർട്സ് എക്സ്പെൻസ് 50,000. 10,000 അതൊരു ലോസ് ആണ്, നഷ്ടമാണ്. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിന്റെ എക്സ്പെൻഡിച്ചർ സൈഡിൽ എടുത്തു. ഇത് നഷ്ടമല്ലെങ്കിൽ നമുക്ക് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ഈ ഫണ്ട് കാണിക്കാവുന്നതാണ്. അഡ്ജസ്റ്റ്മെന്റ് പഠിപ്പിക്കുന്ന സമയത്ത് ഈ കാര്യം മെൻഷൻ ചെയ്തത് ഓർമ്മിക്കുമല്ലോ. ഡിപ്രീസിയേഷൻ ക്വസ്റ്റനിൽ കൊടുത്തിരിക്കുന്നത് ഫർണിച്ചറിലും ബിൽഡിങ്ങിലും 12%, 12.5%, 5%. ഇവിടെ നമ്മൾ ഈ രണ്ട് ഐറ്റം കൂടി എടുക്കും. ഡിപ്രീസിയേഷൻ ബിൽഡിംഗ് 32,500, ഡിപ്രീസിയേഷൻ ഫർണിച്ചർ 11,500, അങ്ങനെ 44,000. നെക്സ്റ്റ് സബ്സ്ക്രിപ്ഷനിലേക്ക് പോകാം. സബ്സ്ക്രിപ്ഷൻ 3 വർഷത്തെ കൊടുത്തിട്ടുണ്ടെങ്കിലും 2016-17 സബ്സ്ക്രിപ്ഷൻ മാത്രമേ നമ്മൾ ഇവിടെ എടുക്കൂ. ദാറ്റ് ഈസ് 1 lakh റെഡ് കളറിൽ കാണാം. അതിന്റെ അഡ്ജസ്റ്റ്മെന്റ് കൂടി നോക്കാം. ക്ലബിന് 225 മെമ്പർമാരുണ്ട്. ഓരോ മെമ്പർമാരും 500 രൂപ സബ്സ്ക്രിപ്ഷൻ അടയ്ക്കേണ്ടിയിരിക്കുന്നു. ഓപ്പണിംഗ് ഡേറ്റിൽ 15,000 രൂപ ഔട്ട്സ്റ്റാൻഡിങ്ങും. അങ്ങനെ വരുമ്പോൾ സബ്സ്ക്രിപ്ഷൻ 1 lakh ഓൾറെഡി കിട്ടിയ 2016 കിട്ടിയ സബ്സ്ക്രിപ്ഷൻ 1 lakh, ആഡ് ഔട്ട്സ്റ്റാൻഡിങ് 12,500 വന്നിരിക്കുന്നത്. ടോട്ടൽ മെമ്പർ ഓഫ് ദ ക്ലബ് 225 പേര്. ഒരു ആൾക്കുള്ള സബ്സ്ക്രിപ്ഷൻ 500, അങ്ങനെ സബ്സ്ക്രിപ്ഷൻ ടോട്ടൽ 1,12,500 ആണ് കിട്ടേണ്ടത്. പക്ഷേ ഈ ക്ലബിന് കിട്ടിയിരിക്കുന്നത് 1 lakh. അതുകൊണ്ട് ഔട്ട്സ്റ്റാൻഡിങ് എന്നത് 12,500. ഇത് ആഡ് ചെയ്തിട്ടാണ് 1,12,500 കൊടുത്തിരിക്കുന്നത്. അടുത്തത് ലോക്കർ റെന്റ് 17,050. ലോക്കർ റെന്റിന്റെ ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് 3,050, ഓപ്പണിംഗ് 1,500, ക്ലോസിംഗ്. അങ്ങനെ വരുമ്പോൾ ലോക്കർ റെന്റ് 17,050, ലെസ് ഓപ്പണിംഗ് 3,050, അങ്ങനെ 14,000, ആഡ് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,500, ഔട്ടർ കോളം 15,500. ഫുഡ് സ്റ്റഫ് ഫോർ റെസ്റ്റോറന്റ് 60,000 കാണാം. സെയിൽ ഓഫ് ഫുഡ് സ്റ്റഫ്സ് 1 lakh കാണാം. അപ്പം ഇതിന്റെ ട്രീറ്റ്മെന്റ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കുന്നത് നോക്കാം. ഫുഡ് സ്റ്റഫ് 1 lakh, അതിന്റെ കോസ്റ്റ് 60,000 മൈനസ് ചെയ്തിട്ട് ഔട്ടർ കോളം 40,000 നമുക്ക് ഇൻകം സൈഡിൽ എഴുതാം. ഈ ഒരു ഫുഡ് സ്റ്റഫ് വിൽപ്പനയായി ബന്ധപ്പെട്ടിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത് 40,000 രൂപയാണ്. ഇൻകം ആയിട്ട് കിട്ടിയിരിക്കുന്നത് 40,000 രൂപ. സെയിൽ ഓഫ് ഫർണിച്ചർ 10,000, ബുക്ക് വാല്യൂ 8,000 ആണ്. അപ്പം ഈ ഒരു ട്രാൻസാക്ഷനിൽ നിന്നും 2,000 രൂപ നമുക്ക് ലാഭം ഉണ്ട്. ടോട്ടൽ ചെയ്യാം. എല്ലാ ഐറ്റവും നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുത്തു കഴിഞ്ഞു. 2,21,950, 2,21,950 ബാലൻസ് ചെയ്താൽ 25,450. ദാറ്റ് ഈസ് സർപ്ലസ് ടു ക്യാപിറ്റൽ ഫണ്ട്. ഇവിടെ നമ്മൾ ക്ലോസിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്യണമെങ്കിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ പ്രിപ്പയർ ചെയ്ത് ഓപ്പണിംഗ് ഫണ്ട് കണ്ടെത്തേണ്ടിയിരിക്കുന്നു.
അപ്പോൾ നമ്മളൊരു ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് പ്രിപ്പയർ ചെയ്യും. ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുന്ന കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി വീണ്ടും നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോകാം. റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് കാണാം. ക്യാഷ്, ബാങ്ക്, ഇത് രണ്ടും ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിൽ വരും. അസറ്റ് സൈഡിൽ ഓപ്പണിംഗ് ഡേറ്റിൽ തന്നിരിക്കുന്ന ഐറ്റം നോക്കിക്കോളൂ. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31 March 2016 15,000. ലോക്കർ റെന്റ് ഓപ്പണിംഗ് ഡേറ്റ് 350 ഔട്ട്സ്റ്റാൻഡിംഗ്. ഇത് രണ്ടും നമ്മൾ ബാലൻസ് ഷീറ്റ് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിൽ എഴുതും. 15,000 ഔട്ട്സ്റ്റാൻഡിംഗ്, ലോക്കർ റെന്റ് 350. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി 2000. ഫർണിച്ചർ, ബിൽഡിംഗ്, സ്പോർട്സ് ഫണ്ടിന്റെ ഓപ്പണിംഗ് എമൗണ്ട് കാണാം. ഈ എമൗണ്ട് നമ്മൾ എഴുതും. സ്പോർട്സ് ഫണ്ട്, ഫർണിച്ചർ, ബിൽഡിംഗ് ഇത്രയും എഴുതി കഴിഞ്ഞിട്ടാകുമ്പം ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 8,42,550 കിട്ടും. ദാറ്റ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട്. ഇനി നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ ഫണ്ട് കൂടി നോക്കിക്കൊണ്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിലേക്ക് പോകാം. ക്ലോസിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ റിസീപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിന്റെ ക്ലോസിംഗ് ബാലൻസ് നോക്കാം. ക്യാഷ്, ബാങ്ക്, ഈ രണ്ട് ഐറ്റവും ക്ലോസിംഗ് ബാലൻസ് ഷീറ്റിൽ ആദ്യമായിട്ട് എഴുതും. ലോക്കർ റെന്റിന്റെ ക്ലോസിംഗ് അഡ്ജസ്റ്റ്മെന്റ് നോക്കാം. 1,500 ആണ് ഔട്ട്സ്റ്റാൻഡിംഗ്. ലോക്കർ റെന്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,500. ക്ലോസിംഗ് ഡേറ്റിലുള്ള മറ്റുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് കൂടി നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 15,000. ടെലിഫോൺ ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് 2,000. സാലറി ബിൽ ഔട്ട്സ്റ്റാൻഡിംഗ് 4,000. ഇവിടെ ഔട്ട്സ്റ്റാൻഡിംഗ് സാലറി 4,000, ഔട്ട്സ്റ്റാൻഡിംഗ് ടെലിഫോൺ ബിൽ 2,000, ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ നമുക്ക് കിട്ടാനുള്ള ഇൻകം ആണ്, അസറ്റ് സൈഡിൽ വരും 15,000. പ്രിന്റിംഗ് ആൻഡ് സ്റ്റേഷനറി ക്ലോസിംഗ് ഡേറ്റിന്റെ സ്റ്റോക്ക് കാണാം 3,000. ഡിപ്രീസിയേഷൻ തന്നിരിക്കുന്ന രണ്ട് ഐറ്റത്തിന് ഫർണിച്ചറിനും ബിൽഡിങ്ങിനും ഡിപ്രീസിയേഷൻ കഴിച്ചിട്ട് ബാക്കിയുള്ള തുക ആണ് നമ്മൾ എഴുതുക. ഫർണിച്ചറിൽ നമുക്ക് ഫർണിച്ചർ വിൽപ്പനയും കൂടി നമ്മൾ നടത്തിയിട്ടുണ്ട്. 8,000 രൂപയുടെ ഫർണിച്ചർ നമ്മൾ വിറ്റിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫർണിച്ചറിന്റെ എമൗണ്ട് എടുക്കുമ്പോൾ ഫർണിച്ചർ ഓൾറെഡി ഉള്ളത് 1 lakh, സെയിൽസ് 8,000 മൈനസ് ചെയ്താൽ 92,000 ഫർണിച്ചർ നമ്മുടെ കയ്യിൽ ഉണ്ടായിരുന്നു. അതിൽ ഡിപ്രീസിയേഷൻ 11,500 കുറച്ചു കഴിഞ്ഞാൽ 80,500 ആണ് ഔട്ടർ കോളത്തിൽ എഴുതുക. ബിൽഡിങ്ങിൻ്റെ അത് 6,50,000 ആയിരുന്നു. അതിന്റെ ഡിപ്രീസിയേഷൻ എമൗണ്ട് കുറച്ചാൽ 6,50,000 മൈനസ് 32,500, ദാറ്റ് ഈസ് ഈക്വൽ ടു 6,17,500. 8% ഇൻവെസ്റ്റ്മെന്റ് ഉണ്ടായിരുന്നു 1 lakh. ആ ഇൻവെസ്റ്റ്മെന്റ് 1 lakh നമ്മൾ എടുക്കും. ഔട്ട്സ്റ്റാൻഡിംഗ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, മുൻകൂട്ടി കിട്ടിയ സബ്സ്ക്രിപ്ഷൻ നമ്മുടെ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെന്റ്സ് അക്കൗണ്ടിൽ 2017-18 എമൗണ്ട് മുൻകൂട്ടി കിട്ടിയിട്ടുണ്ട്. ആ എമൗണ്ട് നമ്മളിവിടെ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എടുക്കും. ആ എമൗണ്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എടുക്കാതിരിക്കാനുള്ള കാരണം അത് ഒഴിവാക്കിക്കൊണ്ടുള്ള തുകയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്തത്. അതുകൊണ്ടാണ് ആ തുക അഡ്ജസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്തിരുന്നത്. ക്യാപിറ്റൽ ഫണ്ട് ഓൾറെഡി ഉള്ളത് 8,42,550. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് പ്രിപ്പയർ ചെയ്തിട്ട് കിട്ടിയതാണ്. അതിന്റെ കൂടെ സർപ്ലസ് 25,450 ആഡ് ചെയ്തപ്പോൾ 8,68,000. രണ്ട് ഭാഗത്തും ടോട്ടൽ ചെയ്ത് കഴിഞ്ഞാൽ 8,84,000. ഇങ്ങനെയാണ് ഈ പ്രോബ്ലം ചെയ്യാം. ഇതുവരെ നമ്മൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ എല്ലാ കാര്യങ്ങളും പഠിച്ചു കഴിഞ്ഞു. തിയററ്റിക്കൽ ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒപ്പം പ്രോബ്ലം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞു. വിദ്യാർത്ഥികളായ നിങ്ങൾ ഈ ഒരു പാഠഭാഗം കൂടുതൽ മനസ്സിലാക്കണമെങ്കിൽ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ഇല്ലസ്ട്രേഷൻസ്, എക്സസൈസ് ക്വസ്റ്റ്യൻസ് നന്നായി വർക്കൗട്ട് ചെയ്യണം. ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വല്ല സംശയവും ഉണ്ടാവുകയാണെങ്കിൽ you can feel free to call me. My phone number 9447852730. ഇതുവരെ എന്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അക്കാഡമിക്കും പേഴ്സണൽ ഡെവലപ്മെന്റിനുള്ള ഒട്ടനവധി വീഡിയോസ് നമുക്ക് ഇനിയും കാണാം. താങ്ക് യു.